അതിരപ്പള്ളിയിൽ പരിക്കേറ്റ ആനയെ നേരത്തെ കണ്ടെത്തിയെന്ന് പറഞ്ഞിരുന്നു. ഈ ആന കൂട്ടത്തിൽ നിന്ന് മാറി നിലവിൽ ഒറ്റയ്ക്കായിരിക്കുകയാണ്. ദൗത്യസംഘത്തിന് നേരെ ആന പാഞ്ഞെടുത്തു. ഇപ്പോൾ ആനയ്ക്ക് നേരെ മയക്കുവെടി വെച്ചു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക്. വളരെ സുപ്രധാനമായ വാർത്തയാണ് വരുന്നത്. അതിരപ്പള്ളിയിലെ ആനയെ മയക്കുവെടി വെച്ചിരിക്കുന്നു എന്നുള്ള വളരെ സുപ്രധാനമായ വാർത്ത വരുന്നുണ്ട്. ആന കൂട്ടത്തിൽ നിന്ന് മാറി ഒറ്റയ്ക്കായ സമയത്ത് മയക്കുവെടി വെക്കാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അഖിൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അഖിൽ, ആനയെ മയക്കുവെടി വെക്കുക ദൗത്യം സങ്കീർണമാകുമെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് അത് എങ്ങനെ സാധിച്ചു? മയക്കുവെടി വെച്ചിരിക്കുന്നു. ആദ്യ ഡോസ് മയക്കുവെടി ആനയ്ക്ക് വെച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അതായത് ഈ പ്ലാന്റേഷൻ മേഖലയിൽ നിന്നും ഉള്ളിലേക്ക് കയറിപ്പോയ, അതായത് ഈ ആനയെ ഇവർ സ്പോട്ട് ചെയ്തിരുന്നു. ഈ കൂട്ടത്തിൽ നിന്നും ആന ഒറ്റയ്ക്ക് മാറി. ആ സ്പോട്ട് ചെയ്ത ആന മുകളിലേക്ക് കയറിപ്പോയ ആനയെ പ്ലാന്റേഷൻ ഉള്ളിൽ വെച്ച് ആദ്യ ഡോസ് മയക്കുവെടി ആനയ്ക്ക് നൽകിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ എന്തായാലും ലഭ്യമായിരിക്കുന്നത്. അത് സംബന്ധിച്ച മറ്റു വിവരങ്ങൾ, അതായത് ഈ ആനയ്ക്ക് അത് മയക്കമായിട്ടുണ്ടോ, അതായത് ഇനിയും ഒരു കുറച്ച് സമയമെടുക്കും ഈ ആനയ്ക്ക് മയക്കം ലഭിക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും. ആ സമയത്തിനുള്ളിൽ മറ്റു കാര്യങ്ങൾ, അതായത് ബൂസ്റ്റർ ഡോസ് അടക്കം നൽകും. എന്തായാലും ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായി ലഭ്യമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത് ആനയ്ക്ക് ആദ്യ ഡോസ് മയക്കുവെടി നൽകിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇനി ആ മയക്കുവെടി കൃത്യമായോ, അതായത് ഈ ആദ്യ ഡോസ് നൽകിയ മയക്കുവെടി അത് ഫലം കണ്ടിട്ടോ എന്ന കാര്യങ്ങളൊക്കെ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും ആദ്യ ഡോസ് നൽകിയിരിക്കുന്നു. അല്പസമയം മുമ്പാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നതിന് നേരെ പുറകിലുള്ള ഭാഗത്തു നിന്നും ഈ പ്ലാന്റേഷൻ ഭാഗത്തേക്ക് ആനയെ വനംവകുപ്പുകാർ തുരത്തി. അതായത് പ്ലാന്റേഷൻ ഭാഗത്ത് മാത്രം വെച്ച് മയക്കുവെടി വെക്കാൻ നൽകുള്ളൂ എന്ന കാര്യം പറഞ്ഞിരുന്നു. കൃത്യമായി അവർ പ്ലാന്റേഷൻ ഭാഗത്തേക്ക് ആനയെ വിരട്ടി കൊണ്ടുപോയി. അതായത് ഈ സംഘത്തിന് നേരെ പാഞ്ഞെടുക്കുന്നത് പോലും നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അത്തരത്തിൽ കൃത്യമായി തന്നെ ആനയെ അവിടെ നിന്നും പ്ലാന്റേഷനുള്ളിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. അത് ആ മയക്കുവെടി വെച്ച വാർത്ത ആദ്യം തന്നെ നമുക്ക് നൽകാനും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ വാർത്ത കൃത്യമായി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഏറ്റവും ആദ്യം തന്നെ ആ വാർത്ത നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആനയെ മയക്കുവെടി വെച്ചിരിക്കുന്നു. ഇനി ആനയ്ക്ക് ആ മയക്കുവെടി വെച്ചത്, അതായത് ആനയ്ക്ക് നൽകിയ മയക്കുവെടി അത് ഇനി ഫലം കണ്ടിട്ടുണ്ടോ എന്നാണ് നമ്മളെ ഏറ്റവും പ്രധാനമായും അറിയേണ്ടത്. ആനയെ ഇവിടെ നിന്നും ഓടിച്ചു കൃത്യമായി, അതായത് ഒരു പ്ലാനിങ് കൃത്യമായി അരുൺ സെക്രട്ടറി അത് മുതൽ തന്നെ പറഞ്ഞിരുന്ന ആ പ്ലാനിങ് അവർ നടപ്പിലാക്കിയിരിക്കുന്നു. ആനയെ പ്ലാന്റേഷനിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ മയക്കുവെടിക്ക് നൽകാൻ കഴിയുമെന്ന് പറഞ്ഞു. അവർ ആനയെ പ്ലാന്റേഷനിലേക്ക് തുരത്തി മയക്കുവെടി വെച്ചിരിക്കുകയോ അവിടെ കൊണ്ടുപോയിരിക്കുന്നു. ഇനി ആന മയക്കത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആന കൃത്യമായി തന്നെ എന്തായാലും ആന മയക്കത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആനയുടെ, അതായത് സ്റ്റാൻഡിംഗ് സെഡേഷൻ ആണ് നൽകാൻ പോകുക. ആദ്യം ആനയുടെ 4 കാലുകളും കൃത്യമായി തന്നെ ലോക്ക് ചെയ്യും. അതിനുശേഷം ആനയുടെ തുമ്പിക്കൈ ലോക്ക് ചെയ്യും. ഒപ്പം മുഖത്ത് കറുത്ത മൂടുപടം മുഖത്ത് മറച്ച ശേഷമാണ് ആനയ്ക്ക് ചികിത്സ നൽകുക. കുങ്കി ആനകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ സ്റ്റാൻഡിംഗ് സെഡേഷൻ ആവുമ്പോൾ ആനയെ ഒരു ഇത്തരത്തിലൊരു ഈ കയറി, അതായത് ഒരു സ്റ്റൂളിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മുകളിലേക്കോ കയറി നിന്ന ശേഷമായിരിക്കും ഈ ആനയ്ക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള, അതായത് ചികിത്സ നൽകുക. നിലവിൽ അതായത് ഈ ആന്റിബയോട്ടിക്സുകൾ, അതായത് ആനയുടെ മുറിവുണങ്ങാനുള്ള ആന്റിബയോട്ടിക്സുകളും അതോടൊപ്പം തന്നെ ഈ മുറിവിലേക്കുള്ള മരുന്നുമാണ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഈ മുറിവ് കൂടുതലാണ്. എന്തായാലും ഏറ്റവും സുപ്രധാനമായി ഇപ്പോഴുള്ള വാർത്ത ആനയെ മയക്കുവെടി വെച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ നമ്മൾ ആനയെ ചാലക്കുടി പുഴയുടെ തീരത്ത് മറ്റാനകളുടെ കൂട്ടത്തിൽ കണ്ടിരുന്നു. അപ്പോൾ നേരത്തെ അരുൺ സെക്രട്ടറി പറഞ്ഞതുപോലെ പ്ലാന്റേഷൻ ഭാഗത്തു നിന്ന് മാത്രമാണ് മയക്കുവെടി വെക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിന്നീട് എങ്ങനെയാണ് ഈ ആനയെ പ്ലാന്റേഷൻ ഭാഗത്തേക്ക് ഈ കയറ്റിവിടാൻ ശ്രമിച്ചത്? പിന്നെ ഈ കൂട്ടത്തിൽ നിന്ന് എങ്ങനെയാണ് ആനയെ വേർപെടുത്താൻ സാധിച്ചത്? അതൊക്കെ ഈ ദൗത്യസംഘം തന്നെ ചെയ്ത കാര്യങ്ങളാണോ? പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചത്? ഞാനതല്ലേ അഖിൽ, കേൾക്കാമോ? ജിൽസി പറയൂ. അതായത് അഖിൽ, നമ്മൾ നേരത്തെ ആനയെ ഈ കൂട്ടത്തോടൊപ്പം കണ്ടത് ചാലക്കുടി പുഴയുടെ തീരത്തായിരുന്നു. അവിടെ നിന്ന് പിന്നീട് എങ്ങനെയാണ് ഈ ആനയെ പ്ലാന്റേഷനിലേക്ക് മാറ്റാനും മറ്റാനകളിൽ നിന്ന് വേർപെടുത്താനും സാധിച്ചത്? അതിനുള്ള നീക്കം എന്താണ് ദൗത്യസംഘം നടത്തിയത് അവിടെ?
അതായത് ജിൽസി, അതായത് നമ്മളെ ഒരു സംശയം ഞാൻ പ്രകടിപ്പിച്ചത് ഓർക്കുന്നുണ്ടാവും ജിൽസി. അതായത് 4 ആനകൾ ഉണ്ടായിരുന്നു എന്ന സംശയം ഞാൻ പ്രകടിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ അത് 4 ആനകൾ ഉണ്ടായിരുന്നു. അതായത് 3 ആനകൾ ആ കരയിൽ നിന്നും നമ്മൾ അവിടെ നിന്നത്. പക്ഷേ അതിൽ നിന്നും ഈ പരിക്കേറ്റ കൊമ്പൻ ഒറ്റയ്ക്ക് മാറി ഈ 2ാം ബ്ലോക്കിലേക്ക്, അതായത് തുരുത്തിലേക്ക് പോയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ അവിടെ ഈ വനംവകുപ്പിന്റെ ചില കെട്ടിടങ്ങളുണ്ട്, ആ ഭാഗത്ത് ആന നിലയുറപ്പിച്ചു. അവിടെ നിന്നും, അതായത് ആ ഭാഗത്ത് നിലയുറപ്പിച്ച ഭാഗത്തു നിന്നും ആന മുകളിലേക്ക് അവിടെ നിന്നും ആനയെ തുരത്തുക. അതായത് ആനയെ ജീപ്പിന്റെ ശബ്ദം, അതായത് അവരുടെ ജീപ്പിന്റെ ശബ്ദവും ഒപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശബ്ദ ബഹളം വെച്ചുമാണ് ആനയെ പ്ലാന്റേഷന്റെ ഉള്ളിലേക്ക്, അതായത് ഇപ്പോൾ മയക്കുവെടി വെച്ച് ഏകദേശം നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ 2ാം ബ്ലോക്കിനെ കുറച്ച് പുറകിലായിട്ട് അല്ലെങ്കിൽ അതിനപ്പുറത്തെ ഭാഗത്ത്, അതായത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലേക്ക് ബേസിൽ കാണിക്കാൻ പോകുന്ന ആ ഭാഗത്തിന് അപ്പുറത്തെ വശത്താണ് ആനയ്ക്ക് നിലവിൽ മയക്കുവെടി നൽകിയിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ മയക്കുവെടി വെച്ച് അപ്പോൾ അവിടേക്ക് ആനയെ തുരത്തി, അതായത് അനുയോജ്യമായ സ്ഥലത്തേക്ക് കൃത്യമായി ശബ്ദം വെച്ചും ബഹളമുണ്ടാക്കിയും ആനയെ നീക്കുന്നു. അതിനുശേഷം ആദ്യ ഡോസ് മയക്കുവെടി വെച്ചു. അതിൽ നമ്മൾ ആദ്യ ഡോസ് മയക്കുവെടി വെച്ച് നൽകിയെന്ന് പറയുമ്പോഴും അത് ഫലം കണ്ടിട്ടുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. കാരണം കൃത്യമായി തന്നെ ആനയ്ക്ക് കൊള്ളണം, അത് കൊണ്ടിട്ട് അത് കൃത്യമായി ആനയ്ക്ക് ഡോസ് എടുക്കണം. അതായത് ഒരു 2-3 മിനിറ്റ് സമയമെടുക്കും ഇത് ഡോസിലേക്ക് കയറാൻ. നമ്മൾ അപ്പോൾ മുതൽ ലൈവിലേക്ക് കയറിയിരിക്കണം. ഒരു പക്ഷേ ഇപ്പോൾ ഇതിനോടകം തന്നെ ആന മയക്കത്തിലേക്ക് പോയിട്ടുണ്ടാവും, അതിനുള്ള സാധ്യതയുണ്ട്, മയക്കത്തിലേക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ ആനയുടെ കാലുകൾ ആദ്യം ബന്ധിപ്പിക്കും, അതിനുശേഷം മുഖത്ത് കറുത്ത ഒരു മൂടുപടമിടും. അതിനുശേഷം ഈ തുമ്പിക്കൈയും ഇല്ലാത്ത രീതിയിൽ, അതായത് ഈ സെഡേഷൻ, അതായത് ഈ മരുന്ന് നൽകുക അല്ലെങ്കിൽ കുത്തിവെക്കുന്ന ഈ സിറിഞ്ച് പോലത്തെ ഒരു ആനയുടെ പിൻവശത്തായിരിക്കും ഉണ്ടാവുക. ആ സിറിഞ്ച് നൽകുമ്പോൾ ആനയ്ക്ക് സംഭവിക്കാൻ പോകുന്ന മസിൽ റിലാക്സേഷൻ, അതായത് ആനയുടെ മസിലുകളൊക്കെ തന്നെ റിലാക്സ് ആവും. സ്വാഭാവികമായും ആനയ്ക്ക് പെട്ടെന്ന് ഒരു നിശ്ചലമായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്കും, അതുപോലെ തന്നെ ഈ ആനയ്ക്ക് ഒരു സെഡേഷൻ ഉണ്ടാകും, അതായത് ഒരു മയക്കം ഉണ്ടാകും, മസിൽ റിലാക്സേഷൻ ഉണ്ടാകും, സെഡേഷൻ ഉണ്ടാകും, ഒരു മയക്കം ഉണ്ടാകും. ഇതൊക്കെ തന്നെയാണ് ഇഞ്ചക്ഷൻ നൽകുന്നതിൽ ഉണ്ടാവുക. അതിനുശേഷമാണ് ഇത് ബന്ധിക്കുക. ഇനി എത്ര സമയം, അതായത് ചികിത്സയ്ക്ക് ഒരു 3 ബൂസ്റ്റർ ഡോസ് കൂടി ഇതിന്, അതായത് ഒരു 20 മുതൽ 30 മിനിറ്റ് വരെയാണ് ഒരു മയക്ക ഡോസ് നൽകുമ്പോൾ ആനയ്ക്ക് മയക്കമുണ്ടാവുക. ഈ 30 വരെ പൂർണ്ണമായി ലഭിക്കണമെന്നില്ല, അതൊരു കണക്കാണ്. അത് ആനയുടെ ആരോഗ്യം അനുസരിച്ചായിരിക്കും ഈ 20 എത്ര മിനിറ്റ് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ. എന്തായാലും ഒരു 20 മിനിറ്റോളം കഴിയുമ്പോൾ അടുത്ത ബൂസ്റ്റർ ഡോസ് നൽകും. അതിനുശേഷം ആവശ്യമെങ്കിൽ കൂടുതൽ ബൂസ്റ്റർ ഡോസുകൾ നൽകി ചികിത്സ നൽകും. എന്തായാലും നിലവിൽ ഈ ആനയ്ക്ക് മരുന്ന് കെട്ടിവെച്ച ചികിത്സ നൽകിയ ശേഷം ആനയെ സ്വതന്ത്രമായി അതിന്റെ സ്വകാര്യ വിഹാരത്തിനായി വനത്തിലേക്ക് ഇവിടെ തന്നെ റിലീസ് ചെയ്യും. പക്ഷേ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ നിരീക്ഷിക്കുന്നുണ്ടാവും, കൃത്യമായി തന്നെ ആനയെ നിരീക്ഷിച്ചു പോരും. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ നിരീക്ഷിച്ചു പോരും. അതിനുശേഷമായിരിക്കും ഇതിൽ, അതായത് ഈ നിരീക്ഷണത്തിന് ശേഷമായിരിക്കും ആനയ്ക്ക് ഭേദപ്പെട്ടതിന് ശേഷമായിരിക്കും നിരീക്ഷണം വിടുക. എന്തായാലും ഈ ആന്റിബയോട്ടിക്സുകളും നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആനയ്ക്ക് മുറിവ് പെട്ടെന്ന് ഉണങ്ങാനുള്ള ആന്റിബയോട്ടിക്സുകളും ആ മുറിവിലേക്കുള്ള പഴുപ്പ് കളഞ്ഞ ശേഷം ആ മുറിവ് ക്ലീൻ ചെയ്ത് അതിൽ വേണ്ട മരുന്നുകളും വെച്ച് നൽകും എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് അടുത്ത വിവരങ്ങൾ, അതായത് ഇനി കൂടുതൽ ചികിത്സാ രീതികൾ ഉണ്ടോ എന്നൊക്കെ തന്നെ ആനയെ വിശദമായി പരിശോധിക്കണം. ജിൽസി, ഈ ആദ്യ ദിവസം മുതൽ ഇന്ന് വരെ ഈ ആനയെ ദൂരെ നിന്നും ആനയുടെ മുറിവ് കണ്ടതല്ലാതെ ഇന്ന് വരെ ഡോക്ടർക്കോ സംഘത്തിനോ ഈ തൊട്ടടുത്തെത്തി, അതായത് തൊട്ടടുത്ത് നിന്ന് മാത്രമാണ് അവർ തൊട്ടടുത്ത് നിന്ന് കണ്ടിട്ടില്ല, ആനയുടെ മുറിവ് കണ്ടിട്ടുള്ളൂ. അതായത് നമുക്കറിയില്ല ഇനി എപ്പോൾ ആന്റിബയോട്ടിക്സ് മാത്രം കൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള സർജറികളിലേക്ക് പോകേണ്ടി വരുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ അടുത്ത് നിന്ന് പരിശോധിച്ചാൽ മാത്രമേ ഡോക്ടർ അരുൺ സക്കരയ്ക്കും സംഘത്തിനും മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ എന്ത് വിദഗ്ധമായ ചികിത്സ വേണമെന്നുള്ള കാര്യമൊക്കെ അതിനുശേഷം മാത്രമേ തീരുമാനിക്കാനും സാധിക്കുകയുള്ളൂ, അല്ലേ? ജിൽസി, തീർച്ചയായും. അതായത് ആനയെ, അതായത് അരുൺ സക്കർ അന്നും പറഞ്ഞിരുന്നു, നമുക്കിപ്പോൾ ഈ ഫോട്ടോകളിൽ നിന്നും കണ്ട വിവരമാണ് തനിക്കുള്ളതെന്ന് അരുൺ പറഞ്ഞിരുന്നു. അപ്പം തന്നെ തെർമൽ സ്കാൻ അടക്കം വെച്ച് പരിശോധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി ആനയ്ക്ക് അടുത്തേക്ക്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഈ ഡോസ് നൽകിയപ്പോൾ ആന മയങ്ങിയിട്ടുണ്ടെങ്കിൽ ആനയ്ക്ക് എത്തിക്കാൻ കഴിയുന്നു, ആനയുടെ മുറിവ് എത്രത്തോളം ഗുരുതരമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു, ആ മുറിവിൽ വേണ്ട ചികിത്സാ രീതി നൽകാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിലേക്ക് വനം വകുപ്പ് കടക്കും. അപ്പോൾ ഏത് രീതിയിലുള്ള ചികിത്സ, ഒരു പക്ഷേ ഈ ഒരു ചെറിയ ശസ്ത്രക്രിയ അടക്കം നടത്തേണ്ടി വന്നാൽ അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ പോലും ഇവർ കൊണ്ടുവന്നിരുന്നു. പക്ഷേ അതിലേക്കൊന്നും പോകേണ്ടി വരില്ല എന്നൊരു വിലയിരുത്തലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഈ ആനയുടെ, അതായത് ഈ നിലവിൽ ഇവിടെയുള്ള പരിക്കേറ്റ ആനയുടെ ചികിത്സാ രീതി ഒരു പക്ഷേ ഈ സമയത്തിനുള്ളിൽ നമുക്ക് ആരംഭിച്ചു ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമുക്കത് തള്ളിക്കളയാൻ കഴിയില്ല, പക്ഷേ അത് ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നുമില്ല. എന്തായാലും ആനയ്ക്ക് മയക്കുവെടി നൽകിയിരിക്കുന്നു. ആനയുടെ ചികിത്സയ്ക്കുള്ള ആന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആനയ്ക്ക് ചികിത്സ നൽകാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ആനയ്ക്ക് ചികിത്സ നൽകാൻ കഴിയും എന്നുള്ള കാര്യം തന്നെയാണ്.